In our previous class, we discussed 5 exercise questions in page number 42. Then question number 6, page number 43. The two circles in the picture cross each other at A and B. അതായത് രണ്ട് സർക്കിൾസ് ഉണ്ട്, ഡിഫറെന്റ് റേഡിയസ് വരുന്ന രണ്ട് സർക്കിൾസ് ഉണ്ട്. ആ രണ്ട് സർക്കിൾസിനെയും ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്ന പോയിന്റ്സ് ആണ് എയും ബിയും. ഓക്കെ, the points P and Q are the other ends of the diameters through A. P യും Q എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ഡയാമീറ്ററിൽ എൻഡ് ചെയ്യുന്ന, അതായത് ഡയാമീറ്ററിലൂടെ പോകുന്ന രണ്ട് പോയിന്റ്സ് ആണ് P യും Q ഉം എയിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രൂവ് ദാറ്റ് P, B, Q lie on a line. നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് P യും B യും Q ഉം ഒരേ ലൈനിലാണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ prove that PQ is parallel to the line joining the centers of the circles and is twice as this long as this line. അതായത് ഈ സെന്റേഴ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈൻ എന്ന് പറയുന്നത് ഈ പിയും ക്യൂവും ബിയിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഹാഫ് ആണ്. അല്ലെങ്കിൽ ഈ രണ്ടെണ്ണം ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ലൈൻ എന്ന് പറയുന്നത് എന്റെ ഡബിൾ ആണ് ഈ ലൈൻ എന്ന് വേണം പ്രൂവ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയിട്ടുണ്ടാവും. ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് പിയും ബിയും ക്യൂവും ഒരേ ലൈനിലാണെന്ന് പറയണം. പിന്നെ പറയേണ്ടത് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനിന്റെ ട്വൈസ് ആണ് ഈ പി ക്യൂ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ രണ്ട് പിക്ചറിന് എ പി ബി ക്യൂ നെയിം ചെയ്യാം. അതേപോലെ തന്നെ സെന്റേഴ്സിനെ എം എൻ എന്ന് നെയിം ചെയ്തു. ഓക്കെ, സെന്റേഴ്സിനെ എം എൻ എന്നും ഈ പി ബി ക്യൂ എന്ന് മറ്റു പോയിന്റ്സും കൊടുത്തു. അതിനോടൊപ്പം തന്നെ നമുക്ക് പി ബി ക്യൂ തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, പിയും ബിയും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്തു. ദെൻ എമ്മും എന്നും തമ്മിൽ ജോയിൻ ചെയ്യാം. സെന്റേഴ്സ് ആയിട്ടുള്ള എമ്മും എന്നും ജോയിൻ ചെയ്യാം. എയും ബിയും ജോയിൻ ചെയ്യാം അല്ലെ. എമ്മും എന്നും ജോയിൻ ചെയ്തു, പി ബിയും ബി ക്യൂവും ജോയിൻ ചെയ്തു. ദെൻ എമ്മും എന്നും സെന്റേഴ്സ് ആണെന്ന് പറഞ്ഞു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പിയും ബിയും ക്യൂവും ഒരേ ലൈനിലാണ് എന്നുള്ളതാണ്. എ ബി എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഫോം ചെയ്യുന്നത് ഒരു സെമി സർക്കിൾ ആണ്. സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് അല്ലെ. ദാറ്റ് മീൻസ് പി ബി എ എന്ന് പറയുന്ന ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതിനോടൊപ്പം തന്നെ ഈ ലാർജ് സർക്കിളിന്റെ ഈ ഒരു പോർഷൻ, അതായത് ഇവിടെ ലാർജ് സർക്കിളിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്യൂ ബി എ എന്ന് പറയുന്ന ഈ ആംഗിള് സെമി സർക്കിളിൽ ജോയിൻ ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു എ ക്യൂ എന്ന് പറയുന്നത് സെമി സർക്കിൾ ആണെന്ന്, ഡയാമീറ്റർ ആണ്. ദാറ്റ് മീൻസ് ഡയാമീറ്ററിൽ ഫോം ചെയ്യുന്ന ഈ സർക്കിളിന് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്നുള്ളത്. ദാറ്റ് മീൻസ് ഇവിടെ എ ക്യൂ എന്ന് പറയുന്ന ഡയാമീറ്ററിലുള്ള ഈ സെമി സർക്കിളിന്റെ ഈ ആംഗിൾ, ദാറ്റ് മീൻസ് ക്യൂ ബി എ എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ സ്മോൾ സർക്കിളിൽ വരുന്ന ഡയാമീറ്റർ ആണ് എ പി. ദാറ്റ് മീൻസ് ഇവിടെ ഫോം ചെയ്യുന്ന ഈ സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ ആണ് പി ബി എ എന്ന് പറയുന്നത്. അവിടെയും 90 ഡിഗ്രി ഫോം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാം പി ബി എ എന്ന് പറയുന്ന ആംഗിളും ക്യൂ ബി എ എന്ന് പറയുന്ന ആംഗിളും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. 90 പ്ലസ് 90 എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ആംഗിൾ പി ബി എ പ്ലസ് ആംഗിൾ ക്യൂ ബി എ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. രണ്ടും കൂടി 180 ഡിഗ്രി. ദാറ്റ് മീൻസ് ലീനിയർ പെയർ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം പിയും ബിയും ക്യൂവും ഒരേ ലൈനിലാണ് എന്നുള്ളത്. നമ്മളോട് ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പിയും ബിയും ക്യൂവും ഒരേ ലൈനിലാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് എമ്മും എന്നും പി ബി ക്യൂ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എ പി ഡയമീറ്റർ ആക്കി എടുക്കുമ്പോൾ കിട്ടുന്ന സെമി സർക്കിളിലെ ഒരു ആംഗിൾ ആണ് പി ബി എ, അത് 90 ഡിഗ്രി ആയി. എ ബി എ ക്യൂ ഡയമീറ്റർ ആയിട്ട് എടുക്കുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഈ സെമി സർക്കിളിലെ ആംഗിൾ ആണ് എ ബി ക്യൂ എന്ന് പറയുന്നത്, അത് 90 ഡിഗ്രിയാണ്. 90 പ്ലസ് 90 എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ഈ ആംഗിൾ
ഈ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെങ്കിൽ അത് ലീനിയർ പെയർ അവിടെ ഫോം ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് പി ബി ക്യു എന്ന് പറയുന്നത് ഒരേ ലൈനിലാണ്. ഓക്കെ, ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് MNന്റെ ട്വൈസ് ആണ് PQ എന്നുള്ളതാണ്. MN എന്ന് പറയുന്നത് സെന്റേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനാണ്. ഓക്കെ, നമുക്കറിയാം AM എന്ന് പറയുന്നത് ഈ സ്മോൾ സർക്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന റേഡിയസ് ആണ്. MP എന്ന് പറയുന്നതും റേഡിയസ് ആണ് അല്ലെ. ഈ AMന്റെ ട്വൈസ് ആണ് AP. ശരിയല്ലേ പറഞ്ഞത്? സ്മോൾ സർക്കിളിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ AM എന്ന് പറയുന്ന ലൈൻ റേഡിയസ് ആണ്, MP എന്ന് പറയുന്നതും റേഡിയസ് ആണ്, AMന്റെ ട്വൈസ് ആണ് AP എന്ന് പറയുന്ന ഡയാമീറ്റർ. അതേപോലെ തന്നെ ലാർജ് സർക്കിളിനെ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ AN എന്ന് പറയുന്നത് റേഡിയസ് ആണ്, NQ എന്ന് പറയുന്നതും റേഡിയസ് ആണ്, AQ എന്ന് പറയുന്നത് അവിടെ വരുന്ന ഡയാമീറ്റർ ആണ്. ദാറ്റ് മീൻസ് ANന്റെ ട്വൈസ് ആണ് AQ. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിന്റെ ഒരു സൈഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ AM, ദാറ്റ് മീൻസ് സ്മോൾ ട്രയാങ്കിൾ AMN നെ കൺസിഡർ ചെയ്യുമ്പോൾ AMന്റെ ട്വൈസ് ആണ് ലാർജ് ട്രയാങ്കിൾ ആയിട്ടുള്ള APQ, ദാറ്റ് മീൻസ് AP അല്ലെ. സ്മോൾ ട്രയാങ്കിളിന്റെ സൈഡ് AMന്റെ ട്വൈസ് ആണ് ലാർജ് ട്രയാങ്കിളിന്റെ സൈഡ് AP. അതേപോലെ തന്നെ സ്മോൾ ട്രയാങ്കിളിന്റെ AN സൈഡിന്റെ ട്വൈസ് ആണ് ലാർജ് ട്രയാങ്കിളിന്റെ സൈഡ് AQ. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡും ഒരേ പ്രൊപ്പോർഷണാലിറ്റി ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം തേർഡ് സൈഡും അതേ പ്രൊപ്പോർഷണാലിറ്റി തന്നെ ഫോളോ ചെയ്യുമെന്നുള്ളത്. ദാറ്റ് മീൻസ് MN എന്ന് പറയുന്നത് സ്മോൾ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡാണ്, PQ എന്ന് പറയുന്നത് ലാർജ് ട്രയാങ്കിളിന്റെ തേർഡ് സൈഡാണ്. ദാറ്റ് മീൻസ് MNന്റെ ട്വൈസ് ആയിരിക്കും PQ. ക്ലിയർ ആയില്ലേ? AMന്റെ ട്വൈസ് ആണ് AP, ANന്റെ ട്വൈസ് ആണ് AQ, സോ MNന്റെ ട്വൈസ് ആണ് PQ. ഓക്കെ, ക്ലിയർ ആയില്ലേ? Then second question, prove that the two circles drawn on the two equal sides of an isosceles triangle as diameters pass through the midpoint of the third side. അതായത് ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ഉണ്ട്. ആ ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ നമുക്ക് പ്രത്യേകത എന്താണെന്ന് അറിയാം. ഐസോസ്ലെസ് ട്രയാങ്കിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എന്നുള്ളതാണ്. ആ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിനെ കൺസിഡർ ചെയ്യാം. ദാറ്റ് മീൻസ് ഈക്വൽ സൈഡ്സിനെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മൾ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ, രണ്ട് ഈക്വൽ സൈഡ്സ് ഉള്ളത് കൊണ്ട് രണ്ട് സർക്കിൾ നമുക്ക് വരയ്ക്കാം. ആ രണ്ട് സർക്കിൾസിനെയും വരച്ചു കഴിഞ്ഞാൽ പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റിലൂടെ അത് പാസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വരച്ചു നോക്കാം. ഇങ്ങനൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഐസോസ്ലെസ് ആണ് എന്ന് പറയുന്നതിനർത്ഥം ഈ രണ്ട് സൈഡ്സ്, ഏതെങ്കിലും രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡ്സ് ഇത് രണ്ടും എടുക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ഈ ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ഈ സൈഡിനെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ സർക്കിള് ഇങ്ങനെ പാസ് ചെയ്യും അല്ലെ. സർക്കിൾ ഇങ്ങനെ പാസ് ചെയ്യും. ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ പാസ് ചെയ്യുന്നത് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റിലൂടെ ആണ് എന്നും, അതേപോലെ തന്നെ ഈ ഈക്വൽ സൈഡ് ആയിട്ടുള്ള ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ഈ ഈക്വൽ സൈഡിനെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിൾ എന്ന് പറയുന്നതും ഈ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഈ പോയിന്റ് മിഡ് പോയിന്റിലൂടെ, ദാറ്റ് മീൻസ് ഈ സർക്കിള് ഇതിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യില്ലേ. ആ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം ഇതിലൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളത്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ സർക്കിളിന്റെ ഡയാമീറ്റർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ഈ സൈഡാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഇതിലൂടെ നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. വരച്ചു കഴിഞ്ഞാൽ എവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയാലും അത് 90 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ മിഡ് പോയിന്റില് എന്ത് മേക്ക് ചെയ്യണം? 90 ഡിഗ്രി മേക്ക് ചെയ്യണം. ശരിയല്ലേ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ സൈഡിനെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മൾ ഒരു സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സെമി സർക്കിൾ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം.
ദാറ്റ് മീൻസ് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അതേപോലെ തന്നെ ഈ സൈഡിനെയും ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളും 90 ഡിഗ്രി ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കണം ഉണ്ടാകേണ്ടത്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ അടുത്തത്. നമുക്കറിയാം ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഇത് ഈ തേർഡ് വെർട്ടെക്സിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ദാറ്റ് മീൻസ് ഒരു ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ മേക്ക് ചെയ്യുന്ന, ദാറ്റ് മീൻസ് മിഡ് പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഏതൊരു ട്രയാങ്കിൾ എടുത്താലും അതിന്റെ തേർഡ് വെർട്ടെക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ നെയിം ചെയ്യുകയാണ് ABC എന്ന് നെയിം ചെയ്താൽ AB എന്ന് പറയുന്ന ലൈനെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ദാറ്റ് മീൻസ് BDA എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ACയെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമുക്കൊരു സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ CDA എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഏതൊരു ട്രയാങ്കിളിലെയും ഒരു തേർഡ് വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ബൈസെക്ടർ, ദാറ്റ് മീൻസ് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ശരിയല്ലേ? അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നുള്ളതിനർത്ഥം ABയെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് ഒരു സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. ACയെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ മേക്ക് ചെയ്യുന്നതും 90 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഹെൻസ് ദ പ്രൂഫ്. Then third question. Eighth question പറയുന്നത് prove that all four circles drawn with the sides of a rhombus as diameters pass through a common point. അതായത് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാവും സെയിം റേഡിയസ് വരുന്ന 4 സർക്കിൾസിനെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ആ 4 സർക്കിൾസ് ജോയിൻ ചെയ്യുന്നത് ഒരു പോയിന്റിലാണ്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് സർക്കിൾസിലൂടെ ഒരു ഡയമീറ്റർ, ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ, ദാറ്റ് മീൻസ് ഡയമീറ്റർ 4 സൈഡ്സ്, 4 ഡയമീറ്റേഴ്സ് ജോയിൻ ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് ഒരു റോംബസ് ആണ് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 4 സർക്കിൾസും ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്നതാണ്. ഓക്കെ, ഫിഗർ വരയ്ക്കാം. ഇതേപോലെ 4 സർക്കിൾസ് നമ്മൾ വരച്ചു. ഈ 4 സർക്കിൾസും ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഇതില് ഓരോ സർക്കിൾസിന്റെയും ഡയമീറ്റർ തമ്മിൽ ചേർത്ത് വെക്കാം. ഡയമീറ്റർ തമ്മിൽ ചേർത്ത് വെക്കേണ്ടത് ഈ പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ സർക്കിൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ കോമ്പസ് യൂസ് ചെയ്തുകൊണ്ട് സെയിം മെഷർമെന്റ് എടുത്തുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന 4 പോയിന്റ്സ്, ദാറ്റ് മീൻസ് സർക്കിൾസ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ 4 പോയിന്റ്സിനെയും ചേർത്തുകൊണ്ട് നമ്മളൊരു റോംബസ് വരയ്ക്കാം. ഈ റോംബസിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. ഒരു റോംബസ് എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം തന്നെയാണ്. പാരലലോഗ്രാമിന്റെ എല്ലാ സ്പെഷ്യാലിറ്റീസും ഫോളോ ചെയ്യുന്നതാണ് ഒരു റോംബസ്. അതിന്റെ കൂടെ 4 സൈഡ്സ് കൂടി ഈക്വൽ ആവും എന്നുള്ളതാണ് റോംബസ്, അല്ലെ? അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, അതിനോടൊപ്പം തന്നെ അത് ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. ഇതാണ് ഒരു റോംബസിന്റെ സ്പെഷ്യാലിറ്റീസ്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഈ 4 സർക്കിൾസിനെയും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു പിക്ചർ വരച്ചു. 2 സർക്കിൾസ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ്സിനെ ചേർത്തുകൊണ്ട് ഡയമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ലൈൻ വരച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു റോംബസ് ആണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. പ്രൂവ് ചെയ്യേണ്ടത് all 4 circles drawn with the sides of a rhombus as diameters pass through a common point. ഇത്
ഒരു കോമൺ പോയിന്റ് ആയിലൂടെ പാസ് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. എങ്ങനെയാണ് നമുക്കിത് പ്രൂവ് ചെയ്യാം? നമുക്ക് ഈ ലൈനിനെ നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി താഴേക്ക് വരും. ഇത് കറക്റ്റ് റേഡിയസ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഇതിങ്ങനെ ഈ ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടുമ്പോൾ ഇതൊരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആണ്. എന്താണ് ഐസോസ്സെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. നമ്മൾ പറഞ്ഞു ഈ 4 സൈഡ്സും ഈക്വൽ ആണ് എന്നുള്ളത് അല്ലെ. ഈ 4 സൈഡ്സും ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. നമുക്ക് PQRS നെയിം ചെയ്യുകയാണെങ്കിൽ PRS എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ട്രയാങ്കിൾ ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആണ്. എങ്ങനെയാണ് ആവുക? PS എന്ന് പറയുന്ന ഈ സൈഡും RS എന്ന് പറയുന്ന ഈ സൈഡും കൂടി ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് PSR എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാം PQR എന്ന് പറയുന്ന ഈ താഴത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതും ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആണ്. ശരിയല്ലേ? ഇനി ഇവിടെ സെന്ററിലൂടെ നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പിയും ആറും തമ്മിൽ ജോയിൻ ചെയ്തു. അതിനോടൊപ്പം തന്നെ എസും ക്യൂവും ജോയിൻ ചെയ്തു. പിയും ആറും ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ടോപ്പിലുള്ള ട്രയാങ്കിൾ ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആണ്. ഇതൊരു റോംബസ് ആയതുകൊണ്ട് തന്നെ റോംബസിന്റെ 4 സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് മുകളിലുള്ള ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതൊരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ. ഇനി താഴത്തെ ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതും ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ തന്നെ ആയിരിക്കും. ഇനി ക്യൂവും എസും തമ്മിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 4 ട്രയാങ്കിൾസ് കിട്ടി. 4 ട്രയാങ്കിൾസിന്റെയും എന്തായിരിക്കും സ്പെഷ്യാലിറ്റീസ്? ഇവിടെ വരുന്ന സൈഡ് എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിൾ ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആയി. ഇനി സെക്കൻഡ് ട്രയാങ്കിൾ നോക്കുമ്പോഴോ ഇവിടെ വരുന്ന സൈഡ് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ സെക്കൻഡ് ട്രയാങ്കിളും ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആയി. ഇനി തേർഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോഴോ ഇവിടെ വരുന്ന മെഷർമെന്റ് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഇതും ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആയി. ദെൻ ഇവിടെ വരുന്ന മെഷർമെന്റ് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഇതും ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഐസോസ്സെലസ് ട്രയാങ്കിളിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് രണ്ട് സൈഡ്സ് ഈക്വൽ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തത് പിയും ആറും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾ, മുകളിലുള്ള ട്രയാങ്കിൾ ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ആണ്, താഴെ ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു. ദെൻ എസും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെയും ഒരു ഐസോസ്സെലസ് ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മളൊക്കെ പറഞ്ഞിരുന്നു ഇതൊരു ഡയാമീറ്റർ ആണെന്ന് അല്ലെ. അപ്പോൾ PS ഒരു ഡയാമീറ്റർ ആണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ഇങ്ങനെയാണ് ഡയാമീറ്റർ കിടക്കുന്നത്. ഇവിടെ നമ്മളൊരു സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ഈ ആംഗിൾ നമുക്കറിയാം ഒരു 90 ഡിഗ്രി ആണ്. ആംഗിൾ ഇൻ സെമി സർക്കിൾ റൈറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് സർക്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ദെൻ സെക്കൻഡ് സർക്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ മേക്ക് ചെയ്യുന്ന ആംഗിളും 90 ഡിഗ്രിയാണ്. ദെൻ തേർഡ് സർക്കിളിനെ കൺസിഡർ ചെയ്യുമ്പോഴും മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഫോർത്ത് സർക്കിളിനെ കൺസിഡർ ചെയ്യുമ്പോഴും കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി തന്നെയാണ്. ദാറ്റ് മീൻസ് 4 ആംഗിൾസും 4 ഐസോസ്സെലസ് ട്രയാങ്കിളിന്റെ 4 ആംഗിൾസും ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി PO എന്ന് നെയിം ചെയ്യണമെങ്കിൽ POS എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ROS എന്ന് പറയുന്ന ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പോൾ POS പ്ലസ് ROS എന്ന് പറയുന്നത് 90 plus 90 that is 180 ഡിഗ്രി ആണെന്ന് കിട്ടി. ഈ രണ്ട് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണെങ്കിൽ പിയും ഓയും ആറും ഒരേ ലൈനിലാണ്. ശരിയല്ലേ? അതേപോലെ തന്നെ POQ എന്ന് പറയുന്ന ആംഗിളും QOR എന്ന് പറയുന്ന ആംഗിളിന്റെയും സമം 90 plus 90 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ആ രണ്ട് ആംഗിൾസും സമം 180 ഡിഗ്രി ആണ് എന്നുള്ളതിനർത്ഥം പിയും ഓവും ആറും ഒരേ ലൈനിലാണ്. അതേപോലെ തന്നെ ക്യൂവും ഓയും എസും 90 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് 90 plus 90 180. ദാറ്റ് മീൻസ് QOS എന്ന് പറയുന്നത് ഒരേ ലൈനിലാണ് കിട്ടി. അത് രണ്ടും ഒരേ ലൈനിലാണ് എന്നുള്ളതിനർത്ഥം ഈ രണ്ട് ലൈൻസ് തമ്മിൽ പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അപ്പോൾ ഇതിനെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതെല്ലാം ഒരേ ലൈനിലാണെങ്കിൽ പിയും ഓയും ആറും ഒരേ ലൈനിൽ പോകുന്നു. അതേപോലെ തന്നെ ക്യൂവും ഓയും എസും ഒരേ ലൈനിൽ പോകുന്നു. ദാറ്റ് മീൻസ് ഇത് രണ്ടും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. ഇതിന് പെർപെൻഡിക്കുലർ ലൈൻസ് നമുക്കറിയാം ഏതൊരു ക്വാഡ്രിലാറ്ററൽ എടുത്താലും പെർപെൻഡിക്കുലർ ലൈൻസ് അവിടെ പോയി ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഡയഗണൽ ആണ് ബൈസെക്ട് ചെയ്യുന്നതെന്ന് അല്ലെ. അതായത്
ഇങ്ങനെ ഒരു റോംബസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ റോംബസിന്റെ ഡയഗണൽസ് ആണ് ബൈസെക്ട് ചെയ്യുക. അവരുടെ മിഡ് പോയിന്റിൽ ചെന്നിട്ടാണ് ബൈസെക്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു റോംബസിനെ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസ് തമ്മിൽ ബൈസെക്ട് ചെയ്യുന്നത് അവരുടെ സെൻട്രൽ പോയിന്റ് ആയിട്ടുള്ള മിഡ് പോയിന്റിലായിരിക്കും അല്ലെ. അപ്പോൾ അത് ഒരു കോമൺ പോയിന്റിൽ ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതിൽ നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ റൈറ്റ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആദ്യം ഫസ്റ്റ് കൺസിഡർ ചെയ്തു. ഐസോസ്ലെസ് ട്രയാങ്കിളിൽ വരുന്ന എല്ലാ ആംഗിൾസ് 4 എണ്ണവും റൈറ്റ് ആംഗിൾ ആണെന്ന് കിട്ടി. ഇങ്ങനെ റൈറ്റ് ആംഗിൾ ആണെന്ന് കിട്ടുമ്പോൾ റൈറ്റ് ആംഗിൾ രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ 180 വരുന്നുണ്ട്. ഇവിടെ രണ്ടെണ്ണം ജോയിൻ ചെയ്യുമ്പോൾ 180 വരുന്നുണ്ട്. ഇവിടെ രണ്ടെണ്ണം ജോയിൻ ചെയ്യുമ്പോൾ 180 ആണ്. ഇവിടെ രണ്ടെണ്ണം ജോയിൻ ചെയ്യുമ്പോൾ 180 ആണ്. ദാറ്റ് മീൻസ് POR എന്ന് പറയുന്നത് ഒരേ ലൈനിലാണ്, QOS എന്ന് പറയുന്നതും ഒരേ ലൈനിലാണ് വരും. അതായത് ഈ ഒരേ ലൈനിൽ വരുന്ന ആംഗിൾസ്, ഒരേ ആംഗിളിൽ വരുന്ന പോയിന്റ്സ് ഒക്കെ ബൈസെക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇതെല്ലാം ചേർന്നിട്ട് ബൈസെക്ട് ചെയ്തു. ഓക്കെ, ബൈസെക്ട് ചെയ്യുന്നത് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നു. ഇതിപ്പോ റോംബസ് ആണ്, റോംബസിന്റെ ഉള്ളിലാണ് ബൈസെക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളതിനർത്ഥം ഇതെല്ലാം കൂടി ഒരു കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇതേ സെക്ഷൻ ദാറ്റ് മീൻസ് ഇതേപോലെ തന്നെയാണ് ഇതിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യനും. ദാറ്റ് മീൻസ് പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആസ് ഇൻ ദ പിക്ചർ. അതായത് ഇതേപോലെ തന്നെ ഒരു ഇതിപ്പോ നമ്മൾ റോംബസിന്റെ കേസാണ് എടുത്തത് അല്ലെ. ഇതേപോലെ തന്നെ ഏതൊരു ക്വാഡ്രിലാറ്ററൽ എടുത്തു കഴിഞ്ഞാലും ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഡയഗണൽസ് വരച്ചു കഴിഞ്ഞാൽ അത് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് ഒരേപോലത്തെ രണ്ട് സർക്കിൾസ് റൈറ്റ് സൈഡിലുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതേ കൺസെപ്റ്റ്സ് വരുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒരു പോയിന്റിലാണ് അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡ്സ് നമ്മൾ വരച്ചു. അപ്പൊ നമുക്ക് ഈ രണ്ടെണ്ണമാണ് ഒരേപോലത്തെ ആയിട്ട് വരുന്നത്. ഇവിടെ രണ്ടെണ്ണം ഈ രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ്, ഇവിടെ വരുന്നതും ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ്. നമുക്കറിയാം 4 സൈഡ്സ് ഈക്വൽ ആയതിനാണ് റോംബസ് എന്ന് വിളിക്കാം. ഇവിടെ ഈക്വൽ എന്നുള്ള സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല. ഇവിടെ രണ്ടെണ്ണം ഈക്വൽ, ഇവിടെ രണ്ടെണ്ണം ഈക്വൽ, അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഓപ്പോസിറ്റ് സൈഡ്സ് ഒന്നും ഈക്വൽ അല്ല. അപ്പൊ ജസ്റ്റ് ക്വാഡ്രിലാറ്ററലാണ് ഇവിടെ മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഈ ഫസ്റ്റ് സെമി സർക്കിളെ കൺസിഡർ ചെയ്യും. ഈ ഫസ്റ്റ് സർക്കിളിൽ വരുന്ന ഈ സെമി സർക്കിളിൽ ഇവിടെ വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോഴും ഇവിടെ വരുന്ന ആംഗിളും 90 ഡിഗ്രിയാണ് അല്ലെ. ഇനി ഇവിടെ വരുന്ന ഈ സെമി സർക്കിളിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ വരുന്ന ആംഗിളും 90 ഡിഗ്രിയാണ്. അതേപോലെ ഇവിടെ വരുന്ന ആംഗിളും 90 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ദെൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അതിനോടൊപ്പം തന്നെ ഈ രണ്ട് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ഈ നെയിം ചെയ്യാം PQRS നമ്മൾ നെയിം ചെയ്യുകയാണെങ്കിൽ Pയും Oയും Rഉം ഒരേ ലൈനിലാണ്, Qവും Oയും Sഉം ഒരേ ലൈനിലാണ്. ദാറ്റ് മീൻസ് അവർ തമ്മിൽ ബൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ളതിനർത്ഥം Pയും Rഉം, PR എന്ന് പറയുന്ന ലൈൻ ഡയഗണലാണ്, QS എന്ന് പറയുന്ന ലൈനും ഡയഗണലാണ്. ദാറ്റ് മീൻസ് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നു. അതായത് അവരൊരു കോമൺ പോയിന്റിൽ ചെന്നിട്ട് എന്ത് വരുന്നുണ്ട്, അവർ ജോയിൻ ചെയ്യുന്നു. Okay, then our fourth question. That means our last question, question number 9. A triangle is drawn by joining a point on a semicircle at the ends of the diameter. The semicircles are drawn with the other two sides as diameter. അതായത് ഒരു സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇവിടെ ഒരു സെമി സർക്കിൾ ആണുള്ളത്. ഈ സെമി സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി സെക്കൻഡ് പിക്ചറിൽ ഒരു ഇത് കൂടി തന്നിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് പറയുന്നത്? പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദ ബ്ലൂ ആൻഡ് റെഡ് ക്രസൻസ്. അതായത് ഈ ബ്ലൂ ക്രസന്റും ഈ റെഡ് ക്രസന്റും തമ്മിൽ ചേരുമ്പോൾ ഇൻ ദ സെക്കൻഡ് പിക്ചർ ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ.
ആ രണ്ടെണ്ണം കൂടി ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ ഗ്രീൻ ട്രയാങ്കിളിന്റെ ഏരിയ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പിക്ചർ വരയ്ക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുമായിരിക്കും. ഇപ്പം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഈ ട്രയാങ്കിളിൽ നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കുക. ഓക്കെ, നമുക്കറിയാം സെമി സർക്കിളിന്റെ സെമി സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ആംഗിളിനെ സെമി സർക്കിൾ ഇസ് റൈറ്റ് എന്നറിയാം. ദാറ്റ് മീൻസ് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണെന്ന് അറിയാം അല്ലെ. ഇനി നമുക്ക് നെയിം ചെയ്യാനാണെങ്കിൽ ABC എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ BC എന്ന് പറയുന്ന ഈ സൈഡിനെ, ദാറ്റ് മീൻസ് ഈ BCയെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മളൊരു സെമി സർക്കിൾ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ പിക്ചർ കിട്ടുന്നത്. എന്താണ്? BC എന്ന് പറയുന്ന സൈഡിനെ, ട്രയാങ്കിളിന്റെ BC സൈഡിനെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ സെമി സർക്കിൾ കിട്ടുന്നത് അല്ലെ. ഇനി അതേപോലെ തന്നെ ABയെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് വരച്ചൂടെ? എങ്ങനെ വരയ്ക്കാം? ഓക്കെ, ഇതില് BCയെ ഡയമീറ്റർ ആക്കി എടുക്കുമ്പോഴാണ് നമുക്ക് ഈ പിക്ചർ വരുന്നത്. ഇനി AB എന്ന് പറയുന്ന ഈ ലൈനിനെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു സെമി സർക്കിൾ ആയിരിക്കും അല്ലെ. ദെൻ ACയെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ ഫോം ചെയ്യുന്നത് ഇങ്ങനെ ഒരു സർക്കിൾ ആയിരിക്കും അല്ലെ. എന്താ പറഞ്ഞിരിക്കുന്നത്? BCയെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ അത് A എന്ന് പറയുന്ന വെർട്ടെക്സിലൂടെ പാസ് ചെയ്യുന്നു. That means ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ A എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് പിക്ചറിൽ പറഞ്ഞിരിക്കുന്നത് ABയെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ കിട്ടും. ഇനി ACയെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ ഫോം ചെയ്യുന്ന രണ്ട് ക്രസൻസ്, ദാറ്റ് മീൻസ് ബ്ലൂവും റെഡും വരുന്ന രണ്ട് ക്രസൻസ്. ബ്ലൂ എന്ന് പറയുന്നത് ഇതാണ്. ക്രസന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, എവിടെയെങ്കിലും ഒന്ന് എലാർജ് ചെയ്ത് നിൽക്കുന്ന, പൊങ്ങി നിൽക്കുന്ന ഒരു പോർഷനാണ്. ദാറ്റ് മീൻസ് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഒരു പോർഷൻ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാം. അതാണ് ബ്ലൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമ്മളൊരു പോർഷൻ ഇങ്ങനെ ഒരു ഷെയ്ഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ റെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബ്ലൂവും റെഡും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടിന്റെയും ഏരിയ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ട്രയാങ്കിൾ ABCയുടെ ഏരിയ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നമുക്ക് BCയെ ഡയമീറ്റർ ആക്കിയോണ്ട് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. അപ്പൊ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ABയെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പൊ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിളും എല്ലാ ആംഗിൾസും 90 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ACയെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ ഇവിടെ മേക്ക് ചെയ്യുന്ന എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ഈ സർക്കിളിന് പുറത്ത് വരുന്ന പോർഷൻ, അതായത് ഈ പോർഷൻ എന്ന് പറയുന്നത് BCയെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ടിരുന്ന സർക്കിളിന്റെ പോർഷനാണ്. ഇതിന്റെ പുറത്തുകൂടെ വരുന്ന ഈ ക്രസന്റ്, അതായത് ഈ ബ്ലൂ ക്രസന്റ്, ACയെ ഡയമീറ്റർ ആക്കി കൊടുത്തുകൊണ്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ പോർഷൻ റിമൂവ് ചെയ്തുകൊണ്ട് വരുന്ന ബാക്കി ക്രസൻസും ആ രണ്ടെണ്ണത്തിന്റെയും ഏരിയയുടെ സം എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ ABCയുടെ ഏരിയയുടെ സമ്മിനോട് ഈക്വൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ ട്രയാങ്കിൾ ABCയുടെ ഏരിയ എന്തായിരിക്കും വരിക? അപ്പൊ നമുക്ക് സൈഡ് ജസ്റ്റ് ABC എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ആംഗിൾ ഏതാണ്? ഇങ്ങനെ ഒരു ആംഗിൾ ആയിരിക്കും അല്ലെ. ഇതായത് ഇവിടെയാണ് 90 ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ബേസ്, ഇതാണ് ഹൈറ്റ് അല്ലെ. അല്ലെങ്കിൽ തിരിച്ചു പറയാം, ഇതാണ് ബേസ്, ഇതാണ് ഹൈറ്റ്. അപ്പൊ ട്രയാങ്കിൾ ABCയുടെ ഏരിയ എന്തായിരിക്കും? നമുക്കറിയാം ഹാഫ് BH ആണ് ട്രയാങ്കിളിന്റെ, റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ. റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് BH ൽ ബേസിന് പകരം നമുക്ക് A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, Hന് പകരം നമുക്ക് B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് AB ആണെന്ന് കിട്ടി അല്ലെ. ഹാഫ് BH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഏരിയ ഹാഫ് AB ആണെന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ല? നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടെണ്ണത്തിന്റെയും, ബ്ലൂ ക്രസന്റിന്റെയും
റെഡ് ക്രസന്റിന്റെയും ഏരിയയുടെ സം എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഏരിയ, ദാറ്റ് മീൻസ് ഹാഫ് AB ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഈ BCയെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് ഈ ലാർജ് സർക്കിളിനെ കൺസിഡർ ചെയ്യാം. അതായത് ഇവിടെ മുതൽ ഈ ഫുൾ ഈ സർക്കിളിന്റെ എല്ലാതും കൂടി വരുന്ന ഏരിയ എന്തായിരിക്കും? സർക്കിളിന്റെ ഏരിയ നമുക്കറിയാം πr² ആണെന്ന് അല്ലെ. ഇവിടെ വരുന്ന റേഡിയസ് എന്ന് പറയുന്നത് ഇത്രേ വരാൻ പാടുള്ളൂ. പക്ഷെ ഈ ടോട്ടലിനെയാണ് നമ്മൾ C കൊണ്ട് ഡിനോട്ട് ചെയ്തത്. അതായത് ഡയമീറ്റർ ആണ് C. ഇപ്പൊ റേഡിയസ് എന്തായിരിക്കും? C/2 ആയിരിക്കും. ദാറ്റ് മീൻസ് πr എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്ന C/2. ഓക്കെ, അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πc/2² ആയിരിക്കും. C എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. അപ്പൊ റേഡിയസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് മീൻസ് C/2 ആവും. πr² ആണ് സർക്കിളിന്റെ ഹോൾ സർക്കിളിന്റെ ഫുൾ സർക്കിളിന്റെ ഏരിയ πr² ആണ്. ദാറ്റ് മീൻസ് πc/2² ആണ് അല്ലെ. നമുക്ക് ഇവിടെ ഉള്ളത് സെമി സർക്കിൾ ആണ്. സോ സെമി സർക്കിൾ എന്ന് പറയുന്നത് സർക്കിളിന്റെ പകുതിയാണ്. ദാറ്റ് മീൻസ് 1/2 πc/2² എന്ന് വരും. ഇത് എത്ര വരും? πc². pi into c into square, that means pi c square വരും. 2യുടെ സ്ക്വയർ, that means 2 into 2 4 ആണ്. പുറത്തൊരു 2 കൂടി ഉണ്ട്. അപ്പൊ 4 into 2 എന്ന് പറയുന്നത് 8 ആണ്. ദാറ്റ് മീൻസ് 1/8 pi c² ആണ് ഈ സെമി സർക്കിളിന്റെ ഏരിയ. ക്ലിയർ ആയില്ലേ? c സ്ക്വയർ then by 2യുടെ സ്ക്വയർ, that means 4 വരും. 4 into 2 എന്ന് പറയുന്നത് 8. അപ്പൊ 1/8 pi c² ആണ് ഈ സെമി സർക്കിളിന്റെ ഏരിയ ആണ് കിട്ടി. നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് AB ആണ് അല്ലെ. നമുക്ക് ഈ പോർഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഈ പോർഷന്റെ ഏരിയ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ പോർഷന്റെ ഏരിയ? ഈ സെമി സർക്കിളിന്റെ ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്യണം അല്ലെ. സെമി സർക്കിളിന്റെ ഏരിയ 1/8 pi c² ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 AB ആണ്. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷന്റെ ഏരിയ എന്തായിരിക്കും? യെസ്, 1/8 pi c². സർക്കിള് സെമി സർക്കിളിന്റെ ഏരിയ മൈനസ് ട്രയാങ്കിളിന്റെ ഏരിയ ആയിരിക്കും. ശരിയല്ലേ? അതായത് ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ ആയിരുന്നു നമുക്ക് വേണ്ടത്. നമുക്കറിയാം ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് സെമി സർക്കിളിന്റെ ഏരിയയിൽ പെടുന്ന ഒരു പോർഷനാണ്. സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ. ഓക്കെ, ഇനി നമുക്ക് ഈ പോർഷൻ ആണ് ഇത്. അതായത് ഈ ഷെയ്ഡ് ചെയ്യാതെ കിടക്കുന്ന ഈ രണ്ട് പോർഷന്റെയും കൂടിയുള്ള ഏരിയ ആണ് നമുക്കിപ്പോ കിട്ടിയത് 1/8 pi c² മൈനസ് 1/2 AB എന്നുള്ളത്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഈ ABയെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് വരുന്ന ഈ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ACയെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് വരുന്ന ഈ സർക്കിളിന്റെ ഏരിയയും കണ്ടുപിടിക്കണം. ഈ ABയെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് വരുന്ന സർക്കിളിന്റെ ഏരിയ എന്തായിരിക്കും? BC എന്ന് പറയുന്ന C സൈഡിനെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് വന്നപ്പോൾ 1/8 pi c² ആവുന്നത്. അപ്പൊ ഈ AB എന്ന് പറയുന്ന ഈ എയെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് ഈ സർക്കിളിന്റെ ഏരിയ എന്തായിരിക്കും? യെസ്, 1/8 pi a² ആയിരിക്കും. ഈ ഫുൾ സർക്കിളിന്റെ ഇത്രയും പോർഷൻ ഇവിടുന്ന് ഈ ലൈനിന്റെ ടോപ്പിലേക്ക് വരുന്ന ഈ സെമി സർക്കിൾ ഫുൾ ആയിട്ട് ഏരിയ 1/8 pi a² ആണ്. ഇനി അതേപോലെ തന്നെ AC എന്ന് പറയുന്നത് B ആണെന്ന് പറഞ്ഞു അല്ലെ. ACയെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് ഇവിടേക്ക് നമ്മളൊരു സെമി സർക്കിൾ ഫുൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഏരിയ എന്തായിരിക്കും? 1/8 pi b² ആയിരിക്കും. ഡൗട്ട് ഉണ്ടാവില്ലായിരിക്കാം, കാരണം സിയെ ഡയാമീറ്റർ ഇവിടെ C ആയിരുന്നു അല്ലെ. അപ്പൊ സിയെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് വരുന്ന സെമി സർക്കിളിന്റെ ഏരിയയാണ് 1/8 pi c². എയെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മൾ സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ 1/8 pi a² ആവും. ഇനി ബിയെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മൾ സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ 1/8 pi b² ആയിരിക്കും. അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള പോർഷനും ഇത് മുതൽ ഇവിടം വരെയുള്ള പോർഷനും കൂടിയുള്ള സം ആണ് നമ്മളിപ്പോ പറഞ്ഞത് 1/8 pi a² പ്ലസ് 1/8 pi b² എന്നുള്ളത്. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ നമുക്കറിയാം 1/8 ഷെയ്ഡ് ചെയ്യാത്ത പോർഷന്റെ ഏരിയ നമുക്കറിയാം 1/8 pi c² മൈനസ് 1/2 AB ആണെന്ന് നമുക്കറിയാം. നമുക്ക് വേണ്ടത് ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ ആണ്. ക്ലിയർ അല്ലേ? എന്താണ് പറഞ്ഞത്? ഈ ഇവിടെ നിന്നുള്ള ഈ പോർഷൻ ഇവിടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് മൊത്തമായിട്ടുള്ളതിന്റെ ഏരിയ ആണ് 1/8 pi a².
അതേപോലെ തന്നെ ഇവിടെ ഒരു സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ടുള്ളതിന്റെ ഏരിയയാണ് 1/8 പൈ ബി സ്ക്വയർ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടിയുള്ള സം ആണ് 1/8 പൈ എ സ്ക്വയർ പ്ലസ് 1/8 പൈ ബി സ്ക്വയർ എന്നുള്ളത്. നമുക്ക് ക്രസന്റിന്റെ ഏരിയ മാത്രമേ വേണ്ടൂ. ഇവിടെ ഷെയ്ഡ് ചെയ്യാത്ത ഈ രണ്ട് പോർഷന്റെ ഏരിയയാണ് 1/8 പൈ സി സ്ക്വയർ മൈനസ് 1/2 എ ബി എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് വേണ്ടത് ക്രസന്റിന്റെ ഏരിയ ആണ്. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ടോട്ടൽ ആയിട്ട്, അതായത് ഷെയ്ഡ് ചെയ്യാത്ത പോർഷനും ക്രസന്റും കൂടി വരുന്നത് രണ്ട് സൈഡിലും വരുന്നതിന്റെ സം ആണ് ഇത്. ഷെയ്ഡ് ചെയ്യാത്ത പോർഷന്റെ മാത്രം ഏരിയയാണ് ഇത്. നമുക്ക് വേണ്ടത് എന്താ? ക്രസന്റിന്റെ ഏരിയ ആണ്. ഇപ്പൊ ക്രസന്റിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഹോൾ ഏരിയയിൽ നിന്ന് ഷെയ്ഡ് ചെയ്യാത്ത പോർഷന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഈ ഫുൾ പോർഷനിൽ നിന്ന്, രണ്ട് സൈഡിലുള്ള ഈ ഫുൾ പോർഷനിൽ നിന്ന് ഷെയ്ഡ് ചെയ്യാത്ത ഈ ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്ത്, ദാറ്റ് മീൻസ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പൊ എന്തായിരിക്കും വരിക? 1/8 പൈ എ സ്ക്വയറും 1/8 പൈ ബി സ്ക്വയറും ആയിരിക്കും ഇതിന്റെ ഏരിയ അല്ലെ. ഇതിന്റെ ഏരിയ എന്താ? 1/8 പൈ സി സ്ക്വയർ ആണ്. അതിന്റെ കൂടെ ഹാഫ് എ ബി കൂടിയാണ് ചേർത്ത് എഴുതി. ഇത് ടോട്ടൽ ആയിട്ടുള്ളതാണ് 1/8 പൈ എ സ്ക്വയർ പ്ലസ് 1/8 പൈ ബി സ്ക്വയർ. ഈ ഷെയ്ഡ് ചെയ്യാത്ത പോർഷന്റെ ഏരിയയാണ് 1/8 പൈ സി സ്ക്വയർ പ്ലസ് ഹാഫ് എ ബി എന്നുള്ളത്. ഓക്കെ, നമുക്ക് വേണ്ടത് ക്രസന്റിന്റെ ഏരിയ ആണ്. ദാറ്റ് മീൻസ് രണ്ടും കൂടെ മൈനസ് ചെയ്ത് മാറ്റുന്നു. ഓക്കെ, അങ്ങനെ മൈനസ് ചെയ്ത് മാറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇത് തമ്മിൽ ചേർത്ത് വെക്കാം അല്ലെ. ദാറ്റ് മീൻസ് 1/8 പൈ ഉണ്ട്, ഇവിടെ എ സ്ക്വയർ ഉണ്ട്, ഇവിടെ ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സി സ്ക്വയർ കൂടി വരും. ദാറ്റ് മീൻസ് 1/8 പൈ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് വരും. അതിന്റെ കൂടെ തന്നെ ഒരു ഹാഫ് എ ബി കൂടി വരും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 1/8 ഉണ്ട്, പൈ ഉണ്ട്, എ സ്ക്വയർ ഇതിന്റെ ഏരിയ ബി സ്ക്വയർ ആണ്. ഇവിടുന്ന് മൈനസ് ചെയ്ത് മാറ്റിയപ്പോൾ ഇവിടെ രണ്ടിനും കൂടി സി സ്ക്വയർ വന്നു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ഹാഫ് എ ബി കൂടി ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ നേരത്തെ എഴുതിയ അല്ലെ, നേരത്തെ എഴുതി എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഇതില് നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണ്. എങ്ങനെയാണ് അത് വരിക? ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആവും. ദാറ്റ് മീൻസ് റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/8 പൈ ഇൻറ്റു 0 പ്ലസ് ഹാഫ് എ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് 1/8 പൈ ഇൻറ്റു 0 എന്ന് പറയുന്നത് ഇവിടെ 0 ആകും. പ്ലസ് 1/2 എ ബി എന്ന് പറയുന്നതിൽ ഇത് 0 ആയിപ്പോയി. ബാക്കി വരുന്ന പോർഷൻ എന്ന് പറയുന്നത് 1/2 എ ബി ആണ് കേട്ടോ. ഓക്കെ, ഈ 1/2 എ ബി തന്നെയല്ലേ ഇവിടെ വരുന്ന 1/2 എ ബി. ദാറ്റ് മീൻസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ക്ലിയർ ആയിട്ടുണ്ടാവും. ഇവിടെ മൈനസ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1/8 പൈ എ സ്ക്വയർ പ്ലസ് 1/8 പൈ ബി സ്ക്വയർ ആണ്. ഇവിടെ വരുന്ന ഷെയ്ഡ് ചെയ്യാത്ത പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് 1/8 പൈ സി സ്ക്വയർ മൈനസ് 1/2 എ ബി ആണ്. ഓക്കെ, അതിൽ നിന്ന് അത് മൈനസ് ചെയ്ത് മാറ്റുകയാണ്. മൈനസ് ചെയ്ത് മാറ്റുമ്പോൾ 1/8 പൈ എ സ്ക്വയർ പ്ലസ് 1/8 പൈ ബി സ്ക്വയർ മൈനസ് 1/8 പൈ സി സ്ക്വയർ വരും. പിന്നെ വരുന്നത് മൈനസും പുറത്ത് വരുന്ന ഒരു മൈനസും കൂടി പ്ലസ് ആയി 1/2 എ ബി. ഓക്കെ, ഇനി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണ്. നമുക്കറിയാം ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ആണ്. ബിക്കോസ് ഓഫ് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട്.
അതിന് പകരം നമുക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ ഫസ്റ്റ് പോർഷൻ മുഴുവൻ 0 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി വരുന്നത് 1/2 AB ആണ്. 1/2 AB എന്ന് പറയുന്നത് തന്നെയാണ് റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ നമുക്ക് കിട്ടിയത് ഈ ക്രസന്റിന്റെ സം എന്ന് പറയുന്നത്, ഏരിയ സം എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഏരിയ സമ്മുമായിട്ട് ഈക്വൽ ആണെന്ന് വന്നു. ക്ലിയർ ആയി? ഒന്നുകൂടി പറയാം. ഇവിടെ ആദ്യം രണ്ട് BC ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. ആ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 1/8 പൈ c² മൈനസ് 1/2 AB എന്നുള്ളത്. ഇനി AB യെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് സെമി സർക്കിൾ വരച്ചു. AC യെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് സെമി സർക്കിൾ വരച്ചു. ഇതിൽ ഉണ്ടായിരുന്ന, അതായത് BC യെ സെമി സർക്കിൾ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സെമി സർക്കിളിലെ പോർഷൻ മാറ്റി നിർത്തിക്കൊണ്ടുവരുന്ന ക്രസന്റും ഇവിടെ മാറ്റി നിർത്തിക്കൊണ്ടുവരുന്ന ഈ റെഡ് ക്രസന്റ് കൂടിയുള്ള ഏരിയയുടെ സം എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഏരിയയുടെ സമ്മുമായിട്ട് ഈക്വൽ ആണ് എന്ന് വേണം പ്രൂവ് ചെയ്യാൻ. അതിനു വേണ്ടിയിട്ട് ഈ AB യെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ടുള്ള ഏരിയ കണ്ടുപിടിച്ചു. 1/8 പൈ A² എന്ന് കിട്ടി. AC യെ ഡയാമീറ്റർ ആക്കി എടുത്തുകൊണ്ട് സെമി സർക്കിളിന്റെ ഏരിയ 1/8 പൈ B² ആണ് കിട്ടി. ഇപ്പൊ ഇവിടെ സം എന്ന് പറയുന്നത് 1/8 പൈ A² പ്ലസ് 1/8 പൈ B² ആണ്. ഇതിൽ നിന്ന് ഈ ഷെയ്ഡ് ചെയ്യാത്ത പോർഷന്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്ത് മാറ്റി. That means 1/8 pi into A² plus B² minus C² plus 1/2 AB എന്ന് കിട്ടി. ഇവിടെ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി വരുന്നത് 1/2 AB ആണ്. That means ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. ഇത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.